ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം അതിശക്തം തന്നെയാണ്. ലോകത്ത് ഇത്രയും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് മറ്റൊരിടത്തും ഇല്ല. എന്നാൽ വികസിത രാജ്യങ്ങളിൽ പോലും പലയിടത്തെയും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് EVM-മായി ബന്ധപ്പെട്ട കാര്യം അവർ റദ്ദാക്കിയിരുന്നു. അമേരിക്കയും ജർമ്മനിയും ഇംഗ്ലണ്ടും എല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം EVM എന്ന വലിയ ചോദ്യം പ്രതിപക്ഷം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ EVM-നെതിരെയുള്ള ഹർജിയിൽ കോടതി പിഴ ഉൾപ്പെടെ ചുമത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഈ പാർലമെന്ററി ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞാൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഏറെ നിർണായകരമായ ഒരു കാര്യമാണ്. തുടർച്ചയായി 10 കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു മുന്നണിയും കഴിഞ്ഞ 40 വർഷത്തിനിടെയായി ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസിനും ഇത് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. 3 സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങളിലും പോളിംഗ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട EVM-ലെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള മറ്റ് പാർട്ടികളുടെ സംശയം, ആ സംശയങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ EVM-നകത്ത് തിരിമറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. EVM ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ബോളിവുഡിനേക്കാൾ വലിയ ഒരു നടനാണ് മോദി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 96.8 കോടി ജനങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ സംജാതമാകുന്നത്. അതിനകത്ത് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും സിക്കിമിലും അരുണാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് തിരിച്ചു വന്നേ മതിയാകൂ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്.